ഞാൻ തുടങ്ങട്ടെ. ബസൂക്ക് ഇഷ്ടപ്പെട്ടു. അഭിനയിച്ചതായതുകൊണ്ടല്ലോ എനിക്ക് ഒട്ടും ലാഗ് തോന്നിയില്ല. വളരെ ത്രില്ലറായിട്ട് സ്റ്റൈലിഷ് ആയിട്ട് ഈ റോള് മമ്മൂട്ടിക്ക് ചെയ്യാൻ പറ്റില്ല, വേറെ ആർക്കും പറ്റില്ല. നല്ലൊരു ടീമാണ് അവർ. അശാനെ അവർ ചെറിയ ടീമല്ല, കിടിലൻ ടീമാണ്. പടത്തിലൊരു ക്യാമിയോ റോളുണ്ട്. ആറാട്ടണ്ണൻ എന്തോ ചെയ്യുമെന്ന് പറ. ആരാധകർ നാറികൾ ഈ ഹൈദരാബാദിൽ ഇവറ്റുകൾ സ്വയം തരില്ല എന്ന് വെച്ചാൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെടുന്ന വെച്ചാൽ ഏറ്റവും ലാസ്റ്റ് മമ്മൂക്കയുടെ അവസാനത്തെ ലുക്ക്. കാരണം ഇന്ന് വരെ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു ലുക്കിൽ മമ്മൂക്ക ഇറങ്ങി വന്നത്. ഹലോ ഉണ്ടല്ലോ കൊടുക്കാം. മന്ത്രി പൊതുമരാമത്ത്. എത്ര ലക്ഷം രൂപ പ്രതിഫലം മേടിച്ചു? പച്ചവെള്ളം ഇന്ന് തന്നെ 2 ലക്ഷത്തിന്റെ ഡ്രാഫ്റ്റ് എടുത്ത് മൂപ്പർക്ക് അയച്ചു കൊടുക്കണം. ഏതോ അനാഥ മന്ദിരത്തിന്റെ ആവശ്യത്തിന്. കണ്ടില്ലേ, താരങ്ങൾ കാശ് വാങ്ങുന്നുണ്ട്, പക്ഷെ അവർക്ക് അതുപോലെ തന്നെ ചെലവുണ്ട്. അതെന്താ ആരും മനസ്സിലാക്കാത്തത്? മെയിൻലി എൻ്റെ അഭിനയ കഴിവുകൊണ്ടൊന്നല്ല, എൻ്റെ പോപ്പുലാരിറ്റി കൊണ്ടാണ് വിളിച്ചത്. എന്നോടുള്ള പ്രേമം കൊണ്ടൊന്നും അല്ലല്ലോ നിങ്ങൾ എന്നെ വെച്ച് പടം ചെയ്യാൻ വന്നത്. എനിക്ക് ലക്ഷക്കണക്കിന് ആരാധകരുടെ പിൻബലം ഉള്ളതുകൊണ്ട് അത് വിറ്റ് നിങ്ങൾക്ക് കാശാക്കണം. പലതരത്തിലുള്ള ഗെറ്റപ്പാണ്, പലതരത്തിലുള്ള ഫേസിന്റെ എക്സ്പ്രഷൻസ് അടിപൊളി. ഫാൻ ബോയ് ട്രീറ്റ് ആയി. കണ്ണ് നിറഞ്ഞു പടം കണ്ടിട്ട് അമ്മ കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. എല്ലാ ആസ്പെക്ട് സിനിമയുടെ പെർഫെക്റ്റ്. അപ്പോ ഭയങ്കര ട്വിസ്റ്റും ടേൺസും ഒക്കെ ഉണ്ടായിരുന്ന പടമാണ്. വേറൊന്നുമല്ല, മമ്മൂട്ടിയുടെ ആദ്യത്തെ 1000 കോടി സിനിമ അത് ഉറപ്പിച്ചിരിക്കുന്നു. മമ്മൂട്ടിയുടെ ആദ്യത്തെ 1000 കോടി സിനിമ അത് ഉറപ്പിച്ചിരിക്കുന്നു. ഗംഭീരം പറഞ്ഞാൽ പറയാൻ വാക്കുകളില്ല. അമേസിംഗ്, അത്ഭുത. അതായത് അത്രയും പുള്ളി പറയാ എന്ത് പറയണമെന്നറിയില്ല. പുള്ളി ഓരോ സിനിമയിലും നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞെട്ടാൻ മാത്രം നമ്മളിരിക്കുന്ന ഒരു സ്റ്റൈല്. ലുക്കെല്ലാം അടിപൊളിയാണ്. ലുക്കൊക്കെ എങ്ങനെയാണ് മമ്മൂടെ ലുക്കും കാര്യങ്ങളും? ആക്ഷൻസ് എങ്ങനെയാണ്? ആക്ഷനൊക്കെ കിടിലായിരുന്നു. ഫാമിലി ആയിട്ട് വന്നതാണ് പടം. ഫസ്റ്റ് ഹാഫ് കഥ മനസ്സിലായിരുന്നു. ഫസ്റ്റ് ഹാഫ് പകുതിയൊക്കെ മനസ്സിലായി. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ജേതാവ്. സെക്കൻഡ് ഹാഫ് പടം പോകുന്നത്. സെക്കൻഡ് ഹാഫ് തിയേറ്റർ എങ്ങനെയാണ്? സെക്കൻഡ് ഹാഫിലെ തിയേറ്റർ എക്സ്പീരിയൻസ്? തിയേറ്ററൊക്കെ നിന്ന് കത്തും. ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷുവാ.